മുളകുശി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: കടുക് 1/2 ടീസ്പൂൺ, ഒരു 4-5 അല്ലി ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു 3-4 അല്ലി എടുക്കാം, കറിവേപ്പില, വറ്റൽമുളക് 2 എണ്ണം, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായം 1/2 ടീസ്പൂൺ, അത് ടേസ്റ്റിനനുസരിച്ച് എടുക്കാം, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ ഇത് ആവശ്യത്തിന്. നമുക്ക് ആദ്യം കായം ഒഴിച്ചിട്ടുള്ള ബാക്കി ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ ഉപ്പും പുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി കുറച്ച് വെള്ളത്തിൽ കലക്കി അരിച്ച് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി, മുളക് പൊടി, ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഗ്രേവിക്ക് വേണ്ടത്രയും വെള്ളം ഒഴിക്കണം. നമ്മളിപ്പോൾ നന്നായിട്ട് കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. നമുക്കിതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചുവന്നുള്ളി ഇടാം, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, നമുക്കിതിലേക്ക് ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന കായം ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് കലക്കി വെച്ചേക്കുന്ന ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ കലക്കി വെച്ചേക്കുന്നത് നമുക്ക് ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം. മുളകുശം റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ പറ്റിയൊരു സൈഡ് ഡിഷ് ആണ്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇത് ഗ്രേവി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാ. ഒരുപാട് ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് കലക്കുന്നുണ്ടെങ്കിൽ അത്രയും കുറച്ച് വെള്ളം ചേർത്തേ കലക്കാവുള്ളൂ. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം.